ഇതാ അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിയും മുരിങ്ങക്കോലും കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു മുരിങ്ങക്കോൽ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയാട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനത് അരിഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട തക്കാളിയും മുരിങ്ങക്കോലും കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ ആ ഒരു നമ്മൾ അരിഞ്ഞ് ഇട്ട രീതിയിൽ തന്നെ കിടക്കണം. അപ്പോൾ ഒന്നും ഉടയണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് തേങ്ങയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ കറി ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി കറിക്ക് തിക്കായിട്ട് ഉള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തേങ്ങയുടെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഞാനപ്പോൾ കുറച്ച് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഞാൻ ഒന്ന് മൂപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഒരു ബ്രൗണിഷ് കളറൊന്നും ആവണ്ട. ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് നമ്മുടെ തേങ്ങ ഒന്ന് കയറി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടാതെ അതിനകത്തേക്ക് ഞാൻ ഒരു 5-6 കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളകൊക്കെ ആട്ടോ ഈ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് നൽകുന്നത് കേട്ടോ. ഈ കുരുമുളക് തേങ്ങയുടെ അളവ് കൂടുമ്പോൾ ആ കുരുമുളകിൻ്റെ അളവിലും കുറച്ച് വ്യത്യാസം വരുത്തണേ. അപ്പോൾ നമ്മൾ കുരുമുളകും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ആ ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് നമ്മുടെ തേങ്ങയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല ഒരു ഗോൾഡൻ കളറ് നമുക്ക് വന്നിട്ടുണ്ട്. സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ എരിവിനനുസരിച്ച് വേണം നമ്മൾ പൊടി ചേർക്കാനായിട്ട്. പച്ചമുളക് നമ്മൾ ഓൾറെഡി 2 ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങോട്ട് നമ്മുടെ ഇത് വറുത്ത് അങ്ങോട്ട് പോകണ്ട. നമ്മുടെ പൊടികൾ ഒന്ന് ചെറുതായിട്ടൊരു പച്ചമണം അങ്ങോട്ട് മാറിയാൽ മതി കേട്ടോ. ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം നമ്മളൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അതുകൊണ്ടാണ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടി ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഗ്രേവി എത്രമാത്രം നമുക്ക് തിക്നെസ് വേണോ അതനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ കറി എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങക്കോലും തക്കാളിയും കൂടിയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒന്ന് താളിച്ചിടണം കേട്ടോ. താളിച്ചിടണം. ഇത് ചൂടാക്കിയിട്ട് കടുകും അതുപോലെ തന്നെ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടിയിട്ട് ഒന്ന് താളിച്ചിടുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചോറിനൊക്കെ നല്ല ഇതായിട്ട് ചേരുന്ന ഒരു കറിയാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.